അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ ഈജിപ്തിൽ നിന്ന് കിട്ടിയ ഭക്ഷ്യവിഭവങ്ങളുമായി അവരുടെ നാട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തി പിതാവ് യാക്കൂബിനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ വിശദീകരിച്ചു. ബിന്യാമീനെ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കിനി റേഷൻ തരില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ബിന്യാമീനെ കൂടെ കൊണ്ടുപോകാൻ അങ്ങ് അനുവദിക്കണം. ഞങ്ങൾ അവനെ ഒരു കുഴപ്പവും കൂടാതെ സംരക്ഷിച്ചു കൊള്ളാം എന്ന വാചകം കൂടി അവർ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഉള്ളിൽ ഭയവും മനസാക്ഷിക്കുത്തുമുണ്ട് അവർക്ക്. യൂസുഫിനെ നന്നായി സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കൊല്ലാൻ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞത്. അതുകൊണ്ട് എന്തു പറഞ്ഞാലും അത്ര എളുപ്പത്തിൽ ബെന്യാമീനെ കൊണ്ടുപോവാൻ പിതാവ് അനുവദിക്കുകയില്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് യാതൊരു ആപത്തിലും പെടുത്താതെ ഞങ്ങൾ അവനെ രക്ഷിക്കാമെന്ന് അവർ ഉറപ്പ് കൊടുത്തത്. സ്വാഭാവികമായും യാക്കൂബ് നബി അവരോട് ചോദിച്ചു, മുമ്പ് ഇവൻ്റെ സഹോദരനെ കൊണ്ടുപോയപ്പോഴും നിങ്ങൾ ഇതേ ഉറപ്പ് തന്നെയല്ലേ തന്നത്? അന്ന് നിങ്ങളെ വിശ്വസിച്ചതുപോലെ ഇപ്പോഴും ഞാൻ നിങ്ങളെ വിശ്വസിക്കണമെന്നാണോ? എൻ്റെ മോന് അള്ളാഹുവിൻ്റെ സംരക്ഷണം മതി, അവനാണ് ഏറ്റവും വലിയ കാരുണ്യവാൻ. ഇക്കാര്യങ്ങൾ പറയുന്ന 63, 64 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل فأرسل معنا أخانا نكتل وإنا له لحافظون. قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظا وهو أرحم الراحمين. فلما رجعوا إلى أبيهم അവർ അവരുടെ വാപ്പാൻ്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ, ഈജിപ്തിൽ നിന്നും മടങ്ങി വീട്ടിലെത്തിയപ്പോൾ, യാക്കൂബ് നബിയുടെ അടുത്തെത്തിയപ്പോൾ, ഖാലു അവർ പറഞ്ഞു, അവർ യാക്കൂബ് നബിയോട് പറഞ്ഞു, യാ അബാന ഞങ്ങളുടെ ഉപ്പ, മുനിഅ മിന്നൽ കൈലു ഞങ്ങൾക്ക് അളവ് നിഷേധിച്ചിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് അളവ് തരില്ല, റേഷൻ തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ബിന്യാമീനെ കൊണ്ടു ചെന്നിട്ടില്ലെങ്കിൽ. ഫ അർസിൽ മാന അഹാന അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഹോദരനെ അയക്കണം. ഇനി ഞങ്ങൾ ഭക്ഷണ വിഭവങ്ങൾക്ക് വേണ്ടി ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ സഹോദരനെ കൂടി ഞങ്ങളുടെ കൂടെ അയക്കണം. നക്തൽ അങ്ങനെ നമുക്ക് അളന്നു കിട്ടും. കൈല് എന്നാൽ അളവ് എന്നാണ്. കാല എന്നാൽ അളന്നു നൽകി എന്നാണ്. ഇക്താല എന്നാൽ അളന്നു വാങ്ങി എന്നാണ്. അതിൽ നിന്നാണ് നമുക്ക് അളന്നു വാങ്ങാം എന്ന അർത്ഥത്തിലുള്ള നക്തൽ എന്ന പദം വന്നിട്ടുള്ളത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരെ കുറിച്ച് വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അവിടെ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ ജനങ്ങളിൽ നിന്ന് അളന്നു വാങ്ങുമ്പോൾ അവർ പാത്രം നിറച്ചു വാങ്ങും. എന്നാൽ വൈദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പോൾ അവർ അതിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കുറവ് വരുത്തുന്നു എന്ന് പറഞ്ഞതിൽ കാലയും ഇക്താലയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. വ ഇന്നാ ലഹു ലഹാഫിളൂൻ ഞങ്ങൾ തീർച്ചയായും അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതേ വാചകം വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന വാചകം തന്നെയാണ് യൂസുഫ് നബിയെ കിണറ്റിലെറിയാൻ കൊണ്ടുപോയപ്പോഴും അവർ പിതാവിനോട് പറഞ്ഞത്. ആ സമയത്ത് ചതിക്കാൻ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഉത്സാഹത്തോടെയാണ് അവരത് പറഞ്ഞത്. ഇപ്പോൾ ബെന്യാമീനെ സത്യസന്ധമായി തന്നെ സംരക്ഷിക്കുമെന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നുവെങ്കിലും മനസാക്ഷിക്കുത്തോടുകൂടി ഭയത്തോടെയാണ് അവർ ഇത് പറഞ്ഞത്. അവരുടെ ചെയ്തിയുടെ ഫലം അവർ അനുഭവിക്കുന്നതിൻ്റെ ഭാഗമാണത്. അപ്പോൾ യാക്കൂബ് നബി മറുപടി പറഞ്ഞു, കാല അദ്ദേഹം പറഞ്ഞു, ഹൽ ആമനുക്കും അലൈഹി ഞാൻ ഇവൻ്റെ കാര്യത്തിൽ നിങ്ങളെ വിശ്വസിക്കണമെന്നാണോ? ബിന്യാമീൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കണോ? ഇല്ലാ കമാ അമിൻതുക്കും അലാ അഖീഹി മിൻ ഖബ്ലു നേരത്തെ ഇവൻ്റെ സഹോദരൻ യൂസുഫിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെ. ഇതിനു മുമ്പ് യൂസുഫിനെയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ കൊണ്ടുപോയത്? എന്നിട്ട് അവൻ എവിടെ പോയി? അവൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുപോലെ ഇവൻ്റെ കാര്യത്തിലും ഞാൻ നിങ്ങളെ വിശ്വസിക്കണോ? ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ എന്നാൽ അറിഞ്ഞുകൊള്ളുക, അള്ളാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ. ഇത് പറയുന്നത് രണ്ടർത്ഥത്തിലാകാം. ഒന്ന്, നിങ്ങളുടെ സംരക്ഷണമൊന്നും എൻ്റെ മകന് വേണ്ട, അള്ളാഹു അവനെ സംരക്ഷിച്ചുകൊള്ളും. അതല്ലെങ്കിൽ ഇനി നിങ്ങൾ കൊണ്ടുപോയാൽ തന്നെ എനിക്ക് ഭയമില്ല, അള്ളാഹു അവനെ സംരക്ഷിക്കും. ഈ രണ്ടർത്ഥത്തിലുമാവാം.
വഹുവ അർഹമുറാഹിമീൻ, അവൻ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യമുള്ളവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. ഈ സൂറത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ യാക്കൂബ് നബി തൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വളരെ ആത്മവിശ്വാസത്തോടു കൂടി അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.